അന്ന് നടത്തിയ ഉദ്യമങ്ങളുടെ എത്രമാത്രം പ്രധാനപ്പെട്ടത്, ഉദ്യമങ്ങൾ തുടങ്ങുന്നത് മാത്രമല്ല അതിൻ്റെ ഒരു വളർച്ച, ആ വളർച്ചയ്ക്ക് വേണ്ടി നിതാന്ത പരിശ്രമം നടത്തുന്ന ഒരു വലിയ സംഘം നിലയുടെ തീരത്തൊരു ചെറിയ ക്യാമ്പസിൽ തുടങ്ങിയ 1937 കാണിച്ചു തന്ന ഒരു വഴി ഇന്ന് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മളൊപ്പം ഉള്ളത് ഡോക്ടർ പി രാജേഷ് കുമാറാണ്, കേരള കലാമണ്ഡലത്തിന്റെ രജിസ്ട്രാർ ആണ്. ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ്? ഒരു കോവിഡിന്റെ ഒരു മാന്ദ്യം സ്വാഭാവികമായിട്ടും മറ്റ് സ്ഥാപനങ്ങളെ പോലെ തന്നെ കലാമണ്ഡലത്തെയും ബാധിച്ചിരിക്കാം. ഇപ്പോൾ ഒരു കാര്യമായൊരു വാർത്തയും അങ്ങ് കഴിഞ്ഞ ദിവസം ഞങ്ങളോട് പങ്കുവച്ചു. കഥകളിയിലെ ആദ്യത്തെ വനിതാ ബാച്ചിന്റെ അരങ്ങേറ്റം കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? അതെ അതെ. അപ്പൊ പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം, ന്യൂസ് 18 കേരളത്തിലേക്ക് സ്വാഗതം. കോവിഡ് എല്ലാവരെ പോലെയും ബാധിച്ചു. ഒരുപക്ഷെ കൂടുതൽ ബാധിച്ചത് കലാകാരന്മാരെയും സ്ഥാപനത്തെയുമാണ്. എന്നാൽ കോവിഡിൽ നിന്നൊക്കെ ഞങ്ങൾ പൂർണ്ണമായും മുക്തി നേടി. ഈ ഒരു അക്കാദമിക് വർഷം യഥാർത്ഥത്തിൽ പരിപാടികളാൽ സമ്പന്നമായിരുന്നു. വലിയൊരു ഫെസ്റ്റ് ഇപ്പോൾ നടന്നു. 10 ദിവസം നീണ്ടുനിന്ന നിള ദേശീയ നൃത്ത സംഗീതോത്സവം. അതുപോലെ ഞങ്ങളുടെ വാർഷികം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഗംഭീരമായിട്ട് 3 ദിവസം നീണ്ടുനിന്ന വാർഷികാഘോഷം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 50 ദിവസത്തോളം കൂത്തമ്പലത്തിന് വിശ്രമമില്ലാത്ത ദിനങ്ങളായിരുന്നു. അങ്ങനെ കലാമണ്ഡലം വീണ്ടും ചടുലമായി സജീവമായിട്ടുണ്ട് കോവിഡിന് ശേഷം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഥകളിക്ക് സാധാരണ പെൺകുട്ടികൾക്ക് പ്രവേശനമില്ലായിരുന്നു. എന്നാൽ പത്മശ്രീ ഗോപിയാശാന്റെ നിർദ്ദേശത്തെ തുടർന്ന് നമ്മൾ പെൺകുട്ടികളെ പ്രവേശിപ്പിച്ചു. അവരുടെ ആദ്യത്തെ ബാച്ചിന്റെ അരങ്ങേറ്റം 2 ആഴ്ച മുമ്പ് നടക്കുകയും ചെയ്തു. ഈ കലയ്ക്ക് ജാതി മതഭേദമോ ലിംഗഭേദമോ ഇല്ല എന്നുള്ളതിൻ്റെ ഒരു വലിയ ഒരു മെസ്സേജാണല്ലോ ഈ ഇത്രയും കാലം നൽകാതിരുന്ന ഒരു പ്രവേശനം പെൺകുട്ടികൾ ഇപ്പോൾ നൽകാനുള്ള ഒരു കാരണം അല്ലേ? തീർച്ചയായിട്ടും അത് പിന്നെ അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ കൂടിയാട്ടത്തിലായാലും അതുപോലെ മറ്റ് കലാരൂപങ്ങളിലൊക്കെ ആണെങ്കിലും കല യഥാർത്ഥത്തിൽ വളരുന്നത് കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളിക്കുമ്പോഴാണ്. ഇപ്രാവശ്യം നമ്മുടെ ദേശീയ നൃത്ത സംഗീതോത്സവം നിള ഫെസ്റ്റിവലിലും അത്തരത്തിലൊരു മാതൃക ഞങ്ങൾ കാണിച്ചു. നിള ഫെസ്റ്റിവലിൽ ഡാൻസ് മാത്രമായിരുന്നില്ല, കർണാടക സംഗീതം മാത്രമായിരുന്നില്ല, ഹിന്ദുസ്ഥാനി സംഗീതം, ആദിവാസി നൃത്തം, അതുപോലെ മാപ്പിള കലാ അക്കാദമിയുടെ പരിപാടികൾ, തെയ്യം, തിറ, അങ്ങനെ എല്ലാ തരത്തിലുള്ള കലാരൂപങ്ങളും കലാമണ്ഡലത്തിന് ഒട്ടും അന്യമല്ല, കലാമണ്ഡലത്തിന് ഒട്ടും വിദൂരത്തല്ല എന്ന് ഞങ്ങൾ ഇപ്രാവശ്യം അത് തെളിയിച്ചു. പലപ്പോഴും നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കേരളത്തെ അടയാളപ്പെടുത്തുന്ന ഒരു കേന്ദ്രമായിട്ട് കലാമണ്ഡലം മാറിക്കഴിഞ്ഞിട്ട് ഒരുപാട് കാലമായി. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ വന്നപ്പോഴും ഇവിടെ വന്ന് താമസിച്ച് ഈ നൃത്തങ്ങളിലും മറ്റ് കലാരൂപങ്ങളിലൊക്കെ ഗവേഷണം നടത്തി വളരെ കേരളീയർ പോലും ശ്രമിക്കാത്ത അത്ര കഠിനമായിട്ട് ഈ കലാരൂപങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരുപാട് വിദേശികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കോവിഡിന് ശേഷം സ്വാഭാവികമായിട്ടും വിദേശത്തുള്ളവരുടെ ഒരു ഇങ്ങോട്ടുള്ള വരവ് എത്രമാത്രം സാധാരണ നിലയിലായിട്ടുണ്ട്, എന്തെല്ലാം കൂടുതൽ കാര്യങ്ങളാണ് അവരിവിടെ വന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുന്നത്? ഈ വർഷം 2 കാര്യങ്ങൾക്കാണ് വിദേശികളോട് വരുന്നത്. ഒന്ന് ടൂറിസ്റ്റ് എന്ന രീതിയിൽ വരുന്നു. രണ്ടാമത് അക്കാഡമിക് പർപ്പസിന് വേണ്ടി വരുന്നുണ്ട്. ഈ വർഷം എനിക്ക് തോന്നുന്നു ഒരു 400-ൽ പരം വിദേശികൾ ഈ ഒരു വർഷം തന്നെ കലാമണ്ഡലം വന്ന് കണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ട്. 100ഓളം വിദേശികൾ നിള ഫെസ്റ്റിവലിൽ മാത്രം വന്നിരുന്നു. അതുകൂടാതെ ഒട്ടേറെ വിദേശികൾ താല്പര്യത്തോടെ വരുന്നുണ്ട്. പക്ഷെ അവർക്ക് വേണ്ടത് ചെറിയ ഷോർട്ട് ടൈം കോഴ്സുകൾ, അതുപോലെ ഈ ചെറിയ ഡ്യൂറേഷനുള്ള പരിപാടികളാണ്. അത് തീർച്ചയായിട്ടും ഞങ്ങളത് വളരെ ഗൗരവമായി ആലോചിക്കുന്നുണ്ട്. അടുത്ത അക്കാഡമിക് വർഷം തന്നെ അത് തുടങ്ങാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല കഥകളിക്കും കൂടിയാട്ടത്തിനുമാണ് ഏറ്റവും വലിയ ഡിമാൻഡ്. ഒട്ടേറെ പേര് കൂടിയാട്ടം അതുപോലെ തന്നെ കഥകളി റിസർച്ച് ചെയ്യുന്നവരുണ്ട് വിദേശികൾ. അതുപോലെ ഈ അന്താരാഷ്ട്ര നാടകോത്സവത്തോടനുബന്ധിച്ച് സ്കൂൾ ഓഫ് ഡ്രാമയായിട്ട് കൊളാബറേറ്റ് ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ ആവശ്യത്തിനുള്ള അധ്യാപകരെ പെഡഗോഗ്സിനെ ഞങ്ങൾ അയച്ചിരുന്നു. അപ്പോൾ അതിൽ പ്രത്യേകിച്ചും കൂടിയാട്ടവും കഥകളിയുമാണ് അവരെ. അതുപോലെ ചുട്ടി, ഈ മേക്കപ്പ്, അതൊരു 5 ദിവസത്തെ വർക്ക്ഷോപ്പിൽ കലാമണ്ഡലത്തിലെ അധ്യാപകരാണ് വിദേശികളടക്കമുള്ള 40ഓളം പേര് ട്രെയിൻ ചെയ്യിച്ചിരുന്നു. ഈ നമ്മൾ ഇന്നലെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം, നമുക്ക് സാധാരണഗതിയിൽ കലാമണ്ഡലം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ചിത്രമല്ല ഇതിനുള്ളിൽ വരുന്ന ആളുകൾക്ക് മനസ്സിലാക്കാനുള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇന്നലെ പഴയ കലാമണ്ഡലത്തിൽ പോയത് ഓർമ്മയുണ്ടല്ലോ. അത് സത്യം പറഞ്ഞാൽ ആദ്യം വള്ളത്തോള് അദ്ദേഹത്തിന്റെ ഈ ഒരു സബരിയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് അവിടെ നിന്നാണ്. അവിടെ നിന്ന് ഇവിടേക്ക് വള്ളത്തോൾ നഗറിലേക്ക് മാറി ഇപ്പോൾ അത് വിശാലമായൊരു ക്യാമ്പസായി മാറി.
എങ്ങനെയാണ് അടുത്തൊരു എക്സ്റ്റൻഷൻ, അതായത് നമുക്കറിയാം അതൊരു സമാധി മണ്ഡപം അടക്കമുള്ള ശാന്തമായ ഒരു കേന്ദ്രമായിട്ട് നിലനിൽക്കുന്നു. ഇവിടെ തുടർ പഠനത്തിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നു. എങ്ങനെയാണ് അടുത്തൊരു ഘട്ടത്തിലേക്കുള്ള ആലോചനകൾ? കലാമണ്ഡലം യഥാർത്ഥത്തിൽ സ്ഥാപിച്ചത് അവിടെയല്ല, അമ്പലപുരത്ത് നിന്ന് പിന്നെ ഇങ്ങോട്ട് മാറി തീർച്ചയായിട്ടും വളർച്ചയുടെ പാതയിലാണ്. 93ാമത്തെ വർഷമാണ്. ഇപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു സാംസ്കാരിക സർവകലാശാലയായിട്ട് മാറാനുള്ള പരിശ്രമത്തിലാണ്. യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അതുണ്ടായിരുന്നു. അതിനുള്ള മറ്റ് നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാ കലകളെയും പരിശീലിപ്പിക്കുന്ന, എല്ലാ കലകളും ഉൾക്കൊള്ളുന്ന ഒരു ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ഒരു കലാ സാംസ്കാരിക സ്ഥാപനമായി കലാമണ്ഡലം മാറുമെന്ന് സംശയമില്ല. മല്ലിക സാരാഭായുടെ സാന്നിധ്യം എത്രമാത്രം ഒരു പ്രചോദനമാവുന്നുണ്ട്, എന്തെല്ലാം പ്രതീക്ഷകൾ നൽകുന്നുണ്ട്? മല്ലിക സാരാഭായിയെ ഞാൻ കാണുന്നത് മറ്റൊരു തരത്തിലാണ്. ഒരു കലാകാരി, അന്തർദേശീയ അംഗീകാരമുള്ള, അന്തർദേശീയ തലത്തിലുള്ള ഒരു എക്സ്പോഷറുള്ള ഒരു കലാകാരിയാണ്. അപ്പോൾ അതിനേക്കാൾ ഉപരി അവര് മാനേജ്മെന്റിൽ PhD ഉള്ള ആളാണ്. അപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ മേധാവി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഒരു 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 കടലാസിലെ ചാൻസലറോ അല്ലെങ്കിൽ ഒരു സാങ്കേതികമായ ഒരു ചാൻസലറോ ആയിരിക്കില്ല, മുന്നിൽ നിന്ന് നയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് വലിയൊരു പ്രതീക്ഷയാണ്. മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അതിലൊരു ഇനി എന്ത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു കാത്തിരിപ്പിന്റെ ഒരു വലിയ ഒരു പ്രതീക്ഷ തന്നെയാണ്. അതെ, ഒരു വളരെ രസകരമായ ഒരു സംഗതി. സ്കൂളുകൾ ഇന്നലെ ഹൈക്കോടതിയുടെ ഇതുമായിട്ട് വളരെ പ്രസക്തമായ ഒരു ഉത്തരവുണ്ടായിരുന്നു. സ്കൂളുകളിൽ സംഗീത പഠനത്തിന് കാര്യമായ പ്രാധാന്യം നൽകണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം. ആ വാർത്ത നമ്മൾ ഇന്നലെ കൊടുത്തിരുന്നു. പ്രൈമറി തലം മുതൽ സംഗീത പഠനത്തിന് അർഹമായ പരിഗണന നൽകണമെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ നിർദ്ദേശമുണ്ടായിരുന്നു. കുട്ടികളെ താരാട്ട് പാടി ഉറക്കുന്ന രക്ഷിതാക്കൾ സംസ്കാരത്തിന്റെ ഭാഗമാണ്. കോടതിക്ക് പോലും ബോധ്യപ്പെട്ട ചില കാര്യങ്ങളാണ് ഒരുപക്ഷെ പൊതുസമൂഹം സംഗീതമൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്, നിത്യജീവിതത്തിൽ അത് വേണ്ടതാണെന്നും മനുഷ്യ മനസ്സ് ശാന്തമാക്കാനും മനുഷ്യനെ ഈ തരത്തിലൊന്ന് കൂളാക്കി നിർത്താനൊക്കെ ഇതിന്റെയൊക്കെ ഒരു അത്യാവശ്യമാണെന്നൊരു തിരിച്ചറിവ്, അത് എത്ര വൈകിയാണെങ്കിലും എത്ര നേരത്തെ ആണെങ്കിലും വളരെ അനിവാര്യമാണെന്നൊരു സന്ദേശം കൂടിയാണല്ലേ അത്. ഇതിപ്പോ നൃത്ത വിദ്യാർത്ഥികളാണല്ലേ നമ്മുടെ പിന്നിരയിൽ ഇപ്പോൾ PG-കാരാണ് നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ. അപ്പോ അതുപോലെ തന്നെയാണ് പിന്നെ രണ്ട് ക്യാമ്പസുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം. ഈ നില ക്യാമ്പസിൽ നടക്കുന്നത് കൂടുതലും നില ക്യാമ്പസിൽ PG അതുപോലെ തന്നെ ഗവേഷണം രണ്ടുമാണ് നില ക്യാമ്പസിൽ നടക്കുന്നത്. വള്ളത്തോൾ നഗർ ക്യാമ്പസിൽ 8ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ 8, 9, 10, 11, 12 അതേപോലെ ഡിഗ്രി ഇത്രയും ക്ലാസ്സുകളാണ്. തീർച്ചയായിട്ടും ഈ കല എന്നത് അത് ഒരു ഉപാസന പോലെയാണ് കൊണ്ടു നടക്കേണ്ടതും ആസ്വദിക്കേണ്ടതും. ഈ ഒരു യൂണിഫോം പലരുടെയും സ്വപ്നമായിരിക്കും. കലാമണ്ഡലത്തിന്റെ ഒരു അടയാളം. നമ്മൾ എത്രയോ ചലച്ചിത്രങ്ങളിലൊക്കെ ഈ ഒരു കലാമണ്ഡലം ചിത്രീകരിച്ചിരിക്കുന്നതും ഇവിടുത്തെ പഴയ ക്യാമ്പസിനെ കുറിച്ച്, അതല്ലെങ്കിൽ ഒരുപക്ഷെ ആദ്യം തുടക്കമിട്ട അതിനുശേഷം രാജേഷ് പറഞ്ഞ പോലെ തുടങ്ങിയ ആ ക്യാമ്പസ് വളരെ പരിചിതമായത് കമലതലം സിനിമയിലൂടെയാണ്. അവിടെ തന്നെയാണ് മഹാകവി വള്ളത്തോളിന് അന്ത്യവിശ്രമവും സമാധി. അദ്ദേഹത്തിന്റെ പത്നിക്കും അതിനടുത്ത് തന്നെയാണ് സമാധി അല്ലേ? നില ക്യാമ്പസ് അടുത്ത വർഷം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറ്റുകയാണ്. പാലക്കാടിന്റെയും തൃശ്ശൂരിന്റെയും അതിർത്തിയാണ്. ഒട്ടേറെ ടൂറിസം സാധ്യതകളുണ്ട്. അത് പൂർണ്ണമായും റെനോവേറ്റ് ചെയ്ത് വള്ളത്തോൾ സ്മൃതി ഉദ്യാനം എന്ന പേരിൽ വലിയൊരു 10 കോടിക്ക് മുകളിലുള്ള ഒരു പ്രോജക്റ്റ് സർക്കാർ വിഭാവനം ചെയ്യുന്നുണ്ട്. അതിന്റെ പണി അടുത്ത് തന്നെ തുടങ്ങും. വള്ളത്തോളിന്റെ പേരിൽ തന്നെ ഉള്ളതാണ് കലാമണ്ഡലം. വേറെ സ്മാരകം വേണ്ടെന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന് കുറേയും കൂടി ഒരു അദ്ദേഹത്തിന്റെ പങ്ക്, അദ്ദേഹത്തിന്റെ ഈ കർമ്മം അത് കുറെ കൂടി ജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്, പുതിയ തലമുറയിലേക്ക് എത്തേണ്ടതുണ്ട് എന്നൊരു വലിയ ലക്ഷ്യം ഈ ഒരു പ്രവർത്തനങ്ങൾ കൊണ്ടെന്ന് നമുക്ക് എന്താണെങ്കിലും വ്യക്തമാണ്. അതെ പ്രദീപ്? തീർച്ചയായിട്ടും. കാര്യം ഒരു വലിയ ആശ്വാസം എന്ന് പറയുന്നത് ആ സ്വപ്നം അദ്ദേഹം കൊളുത്തിയ ദീപശിഖ കെടാതെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. നമ്മളോടൊപ്പം രജിത രവി ചേരുകയാണ്. നർത്തകി എന്നുള്ള നിലയിൽ നമുക്ക് സുപരിചിതയാണ്. ഒപ്പം ഇവിടെ ഇപ്പോൾ കലാമണ്ഡലത്തിലെ ലെക്ചറർ കൂടിയാണ്. എങ്ങനെയുണ്ട് ഇവിടത്തെ അധ്യാപന ക്ലാസ് അനുഭവം? എന്തൊക്കെയാ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്?
ബേസിക്കലി ഒരു നർത്തകി എന്നുള്ള നിലയിൽ കലയുടെ ഒരു സ്ഥാപനം, കലയുടെ ഒരു കേന്ദ്രമാണല്ലോ ഈറ്റില്ലം എന്ന് പറയാം. കേരള കലാമണ്ഡലത്തിലെ ജോലി ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ മുന്നോട്ട് പോകുന്നു. കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥിയാണ് ഇന്നിപ്പോൾ ഇവിടെ അധ്യാപികയായി വന്നത്. ഈ കാലാനുസൃതമായിട്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് ഇതിലൊക്കെ കടന്ന്, പ്രത്യേകിച്ച് നൃത്ത അധ്യാപനത്തിലും പരിശീലനത്തിലും എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നുണ്ടോ? മാറ്റങ്ങൾ വരുന്നുണ്ട്. ഞാൻ പഠിക്കാൻ ചേർന്ന സമയത്ത് ഇതൊരു ഗുരുകുല ട്രഡീഷൻ ആയിരുന്നു, യൂണിവേഴ്സിറ്റി ആയിട്ടില്ല. പക്ഷെ അതിനുശേഷം എൻ്റെ ഒരു ഡിഗ്രി PG തലത്തിലാണ് അത് യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുന്നത്, ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു പദവിയിലേക്ക് വരുന്നത്. അപ്പോൾ അക്കാദമിക്സ് ഒരുപാട് മാറിയിട്ടുണ്ട്. കൂടുതൽ പ്രത്യേകിച്ച് PG കുട്ടികൾ ഇവിടെ കൾച്ചറൽ സ്റ്റഡീസ് പഠിക്കുന്നു, മീഡിയ സ്റ്റഡീസ് പഠിക്കുന്നു, കൾച്ചറൽ ജേർണലിസം അതിന്റെ ഭാഗമായിട്ട് വരുന്നു. അതായത് കേവലമായിട്ട് പ്രാക്ടിക്കൽ മാത്രമല്ല, അതിനോടനുബന്ധമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ചേർന്നതാണ് കലാപഠനം എന്ന ഒരു ബോധ്യത്തിലാണ് കലാമണ്ഡലം മുന്നോട്ട് പോകുന്നത്. ഈ കല എന്നത് ശരിക്കും നിർബന്ധിച്ച് പറ്റുന്നില്ല, അഭിരുചിയുള്ളവർക്ക് മാത്രമേ അതിൽ തുടരാൻ സാധിക്കൂ. അല്ല, ഈ കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതും അങ്ങനെ ഒരു രീതിയിലല്ലേ? അതെ അതെ അതെ. ഇന്റർവ്യൂ, എൻട്രൻസ് കഴിഞ്ഞ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് കുട്ടികളെ ഇവിടെ. 7ാം ക്ലാസ് മുതലാണോ? 8 മുതൽ. അതുപോലെ രജിത തന്നെ നേരത്തെ ചൂണ്ടിക്കാട്ടിയ ഒരു വിഷയം, ഈ PGക്കൊക്കെ മറ്റു പലയിടങ്ങളിലും തിയറിയിൽ ഒതുങ്ങുമ്പോൾ ഒരുപക്ഷെ കല എങ്ങനെ ക്ലാസ്സിൽ പഠിപ്പിക്കാമെന്ന് എനിക്കും ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇവിടെ അത് പ്രായോഗികമായി പ്രാക്ടിക്കൽ ആയി ആണ് പഠിപ്പിക്കുന്നത് അല്ലേ? അതെ, നമുക്കൊരു കരിക്കുലം ഉണ്ട്. ഇപ്പൊ പലർക്കും അറിയാത്തൊരു കാര്യം, എന്താ മോഹിനിയാട്ടത്തിൽ MA ചെയ്യുന്നു, എന്താ ഇത്ര പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ മറ്റേ നൃത്തകലയിൽ എന്താണ് MA, PhD എന്താണ്? സത്യത്തിൽ UGCയുടെ നെറ്റ് എക്സാം പോലും പെർഫോമിംഗ് ആർട്സിനുണ്ട്. ഇന്ന് ഇവിടെ ജോലിക്ക് UGC, ഇത് യൂണിവേഴ്സിറ്റി ആയതിനു ശേഷം ഇവിടെ ജോലിക്ക് കയറുന്നവർ നെറ്റ് പാസ്സായ ആളുകളാണ്, PhD ഉള്ള ആളുകളാണ്. ഇതിൽ ഒരുപാട് ഗവേഷണ സാധ്യതകളുണ്ട്. അപ്പോൾ ഒരു കരിക്കുലം ഉണ്ട് നമുക്ക്. ശരിക്കും ഇത് പഠിച്ചിറങ്ങുമ്പോഴേ ഈ എത്ര പേര് ഈ ഒരു മേഖലയിൽ തന്നെ തുടരുന്നുണ്ട് ഇപ്പോഴും? അതോ ഈ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു ഇത് സ്വന്തമാക്കിയതിനു ശേഷം മറ്റ് തൊഴിൽ മേഖലയിലേക്ക് പോകുന്നൊരു സാഹചര്യമുണ്ട്? ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്ന് എന്താ തോന്നുന്നത്? ഈ കലയെ ഉപാസിച്ചുകൊണ്ട് തന്നെ ഇവര് 80% പേരും ഈ മേഖലയിൽ തന്നെ തുടരുന്നവരാണ്. ഇപ്പോൾ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെന്റ് ജോലി എന്നതല്ലല്ലോ, കലാപ്രവർത്തനം തന്നെയാണ് അവന്റെ തൊഴിൽ. ആ അർത്ഥത്തില് എല്ലാവരും, ഒരു 80% ആളുകളും കലാമേഖലയിൽ നിൽക്കുന്നുണ്ട്. അപൂർവം ചിലർ ഈ മേഖലയിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട്. അതും കാണാതിരിക്കാൻ കഴിയില്ല. ഇതൊരു പക്ഷേ